നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 26 നിരപരാധികളെ മതം ചോദിച്ച് നിറയൊഴിച്ചു കൊന്ന ഭീകരതയ്ക്ക് രാജ്യം മാപ്പ് നൽകില്ല എന്നൊറ്റക്കെട്ടായി ആവർത്തിക്കുമ്പോൾ രാജ്യത്തിനകത്തു നിന്ന് ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയാണ് CPM-ഉം കോൺഗ്രസും. INC കേരളയുടെ എക്സ് ഹാൻഡിലിൽ നിന്നും പാക് അനുകൂല പോസ്റ്റ് വന്നതും അത് പാകിസ്ഥാൻ ഉപയോഗിച്ചതിലും വിമർശനമുയരുകയാണ്. കശ്മീരിലെ ഭീകരരുടെ വീടുകൾ തകർത്ത നടപടി തെറ്റെന്ന കുൽഗാമിലെ CPM MLA യൂസഫ് തരിഗാമിയുടെ പ്രസ്താവനയും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒരുമിച്ച് പോരാടുമ്പോൾ പ്രതിപക്ഷം പാകിസ്ഥാന്റെ നാവ് ആവുകയാണോ? രാജ്യത്തിനകത്തു നിന്നുയരുന്ന ഇത്തരം ശബ്ദങ്ങളെ പാകിസ്ഥാൻ ആയുധമാക്കുകയാണോ? ഭീകരർക്കായി കണ്ണീരൊഴുക്കാൻ പ്രതിപക്ഷത്തിന് ഇത്ര വ്യഗ്രത എന്തിന്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി K. സോമൻ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM നിയാസ്, ബ്രിഗേഡിയർ N. ബാലൻ, കരസേന മുൻ ഉദ്യോഗസ്ഥനാണ്, ഒപ്പം വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ G. ഗോപകുമാർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ബ്രിഗേഡിയർ N. ബാലനിലേക്കാണ് പോകുന്നത്. ശ്രീ ബാലൻ, താങ്കൾ 6 വർഷത്തോളം ഉന്നത സേനാ മേധാവിയായി പ്രവർത്തിച്ച ഒരിടമാണ് കശ്മീർ. അവിടുത്തെ സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതിലൊരു മാറ്റം വന്നതും നമ്മൾ കണ്ടതാണ്. ഭീകരതയ്ക്കെതിരെ കശ്മീരി ജനത ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ട് നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെടുന്നനെ വരുന്ന ഈ പഹൽഗാം ഭീകരാക്രമണം, അതും മതം ചോദിച്ചുകൊണ്ടുള്ള പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ടുള്ള ഈ നിറയൊഴിക്കൽ. പക്ഷേ അതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി. കശ്മീരി ജനതയും പാകിസ്ഥാൻ മുർദാബാദ് വിളിച്ചു. അങ്ങനെ നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി ചില പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായ ചില പരാമർശങ്ങളും പ്രസ്താവനകളുമൊക്കെ വരുന്നത്. നമുക്ക് അതിലേക്ക് എത്താം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ കശ്മീരിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തെ ഒറ്റക്കെട്ടായി നേരിടുമ്പോൾ ഈ രാജ്യത്തിനകത്തു നിന്നുയരുന്ന ഇത്തരം ഭാരതവിരുദ്ധ പരാമർശങ്ങൾ ഒരുപക്ഷെ കേന്ദ്രസേനയുടെ ആത്മബലത്തിനെ പോലും നിർവീര്യമാക്കുന്ന തരത്തിലേക്കാകില്ല. കാരണം ഇപ്പോൾ ആ പല പരാമർശങ്ങളും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം പരാമർശങ്ങളുടെ ആവശ്യകതയുണ്ട്. ഒറ്റക്കെട്ടായി ഈ ഭീകരാക്രമണത്തെ ചെറുക്കുകയല്ലേ വേണ്ടത്? അത് ശരിയാണ്. തീർച്ചയായിട്ടും ആദ്യമായി ഞാൻ പറയുന്നത് സൈന്യം, ഭാരത സൈന്യം എന്ന് വെച്ചാൽ ഒരു നിഷ്പക്ഷത, രാഷ്ട്രീയമായ നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, മതത്തിന് വളരെയധികം പ്രാധാന്യമില്ല. പട്ടാളക്കാർ എപ്പോഴും അവർ ഏത് യൂണിറ്റിലാണ്, അവരുടെ റെജിമെൻ്റ് ഏതാണ്, രാജ്യത്തോടുള്ള കൂറാണ് അവർക്ക് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും പട്ടാളക്കാർക്ക് ഇതിനെ ശ്രവിക്കേണ്ടത് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ പ്രതിപാദനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് അത് എത്രയും ചുരുക്കുന്നത് അത്രയും നന്നായിരിക്കും. അത് പട്ടാളക്കാരുടെ മനോവീര്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് എൻ്റെ ഒരു അപേക്ഷ. പിന്നെ കാശ്മീരിലെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം 1993-94 അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം കഷ്ടപ്പാടുകളാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. അതായത് ദാരിദ്ര്യം, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് ദാരിദ്ര്യം വളരെ രൂക്ഷമായിരുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള റാഷൻ, ഗ്യാസ് സിലിണ്ടർ, ശീതകാലത്തുള്ള കെറസിൻ ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് അതിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഓരോ കണങ്ങളും ഓരോ ഭാഗങ്ങളും എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ അധികം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടൂറിസം എന്നുള്ള ഒരു മേഖലയെ തളർത്തുവാനായിട്ടുള്ള, അതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗം, അത് തളർത്താനായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ മാത്രമല്ല കാണേണ്ടത്, ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത കൂടി നമ്മൾ ഇതിൽ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു.
ഈ ആക്രമണത്തെ, ഇപ്പോഴുണ്ടായ പഹൽഗാമിലുള്ള ആക്രമണത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണരുത്. കാശ്മീരിലേക്ക് പാകിസ്ഥാൻ്റെ എപ്പോഴുമുള്ള ഒരു ദുഷ്കണ്ണുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ നോട്ടം മുഴുവൻ കാശ്മീരിലെ നദികളെയാണ്, കാശ്മീരികളെയല്ല. അവിടെയുള്ള നദികളിൽ നിന്ന് എല്ലാ നദികളും, ഇൻഡസ്, ചെനാബ്, അങ്ങനെ എല്ലാ നദികളും അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്. ആ വരുന്ന നദികളിൽ നിന്ന് പാകിസ്ഥാൻ്റെ കൃഷിയുടെ 80% വരുമാനം അതിനതിൽ ആണ് വരുന്നത്. പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ബസ്മതി റൈസ്, അതായത് കോട്ടൺ, ഇതെല്ലാം ഇതിൽ നിർഭരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരിലോട്ടുള്ള അവരുടെ ഈ സമീപനം. എങ്ങനെയെങ്കിലും കാശ്മീരിലെ ഈ നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളോ നദികൾ ഒഴുകുന്ന സ്ഥലങ്ങളോ പിടിച്ചടക്കുക എന്നുള്ളത് അവരുടെ എപ്പോഴുമുള്ള ഒരു രാഷ്ട്രതലത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് അവർ 47, 48, 65, 71, പിന്നെ കാർഗിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സമയത്തുള്ള കാശ്മീരിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വരെ ഇവർ തന്നെ സ്പോൺസർ ചെയ്ത് ഉത്തേജനം നടത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കാശ്മീരിനെ എങ്ങനെയെങ്കിലും അവരുടെ ഇതിലേക്കാക്കണം. അതുകൊണ്ട് ഇതിനുള്ള ഉത്തരങ്ങളും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഒരു അധ്യായമൊന്നുമല്ല, ഒരു പാഠപുസ്തകം തന്നെയാണ്. അതിനകത്ത് പല അധ്യായങ്ങളുണ്ട്, പല തലങ്ങളിലും. അതായത് ദൃശ്യമായിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനിലും, പിന്നെ സാമ്പത്തിക തലത്തിലും, അന്താരാഷ്ട്ര തലത്തിലും, പിന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റിയുടെ റദ്ദാക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ വേറെ തലങ്ങളിലേക്കും ഇത് നമ്മൾ കടത്തേണ്ടിയിരിക്കുന്നു. ഇത് ഇന്നും നാളെയും തീരുന്ന ഒരു പ്രശ്നമല്ല. ഇതിന് ഒരു ദീർഘകാല വീക്ഷണം വേണം. അതിനുവേണ്ടി രാജ്യത്തുള്ളവരും രാജ്യത്തുള്ള ജനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നിച്ച് ഇരുന്നാൽ മാത്രമേ പട്ടാളക്കാർക്കും ഒരു തോന്നലുണ്ടാകുള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ പുറകിൽ ഇത്രയും മുഴുവൻ രാജ്യം ഒറ്റക്കെട്ടായിട്ടിരിക്കുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ആ 26 മരിച്ചുപോയ നമ്മുടെ ഭാരതീയ പൗരന്മാരായിട്ടാണ് കാണേണ്ടത്. അവർ വിനോദസഞ്ചാരികളല്ലായിരുന്നു. ആ 26 പേരുടെയും പേരുകൾ നിങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ, ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നും, ഒരാൾ ഒറീസയിൽ നിന്നും, ഒരാൾ ഡൽഹിയിൽ നിന്നും, തെലുങ്കാനയിൽ നിന്നും, ഒരു മലയാളി, അങ്ങനെ ഓരോ സംസ്ഥാനത്ത് നിന്നും അവർ തിരഞ്ഞെടുത്തിട്ടാണ് കൊന്നിരിക്കുന്നത്. അവരുടെ സന്ദേശം വളരെ സ്പഷ്ടമാണ്. ഭാരതം എന്ന രാജ്യത്തുള്ള പൗരന്മാരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ വധിക്കുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് ഞങ്ങൾ ഭാരതത്തിനെതിരെ എന്നും എപ്പോഴും പ്രവർത്തിക്കും. അതിന് തക്കതായിട്ടുള്ള മറുപടി അത് എന്തായാലും അതിപ്പോഴേ അതിൻ്റെ എല്ലാ ആസൂത്രണങ്ങളെല്ലാം നടന്നു കാണും. പക്ഷെ അത് ഇന്നും നാളെയും തീരുന്ന കാര്യമല്ലെന്ന് ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. അത് ഒരാഴ്ച, ഒരു മാസമൊന്നുമല്ല, ഒരു ദശവർഷക്കാലം കൊണ്ട് പാകിസ്ഥാനെ തളർത്തിയാൽ മാത്രമേ ഇത് നീക്കുള്ളൂ. അതെ, തീർച്ചയായും. ഡോക്ടർ ജി ഗോപകുമാർ, പാകിസ്ഥാൻ എപ്പോഴും കാലാകാലങ്ങളായി ഭാരതത്തെ ദ്രോഹിക്കുന്ന ഒരു നയം തന്നെയാണ് പിന്തുടർന്നു പോകുന്നത്. അതിർത്തിയിൽ വെടിവയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗ്രാമവാസികളെ പിടിച്ചുകൊണ്ടുപോകൽ, അങ്ങനെ എപ്പോഴും പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സൗകര്യം കിട്ടുമ്പോഴെല്ലാം ഭാരതത്തെ കടന്നാക്രമിക്കുക, ഭാരതത്തിനുള്ളിൽ ഏതൊക്കെ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ്റെ എപ്പോഴത്തെയും നിലപാട്. ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി 26 നിരപരാധികളെ കൊന്നപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ സാധാരണക്കാരെ കൂടി ലക്ഷ്യം വെച്ചിപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. മതം ചോദിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സാധാരണക്കാരെയാണ് നിറയൊഴിച്ചുകൊണ്ട് കൊന്നൊടുക്കിയത്. ഇവിടെ ഭാരതം ആദ്യം സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് നയതന്ത്ര തലത്തിൽ തന്നെയായിരുന്നു. കൃത്യമായ നയതന്ത്ര നടപടിയിലേക്ക് ഭാരതം കടന്നു. തുടർന്ന് പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ചേർന്ന് തുടർന്നുള്ള നീക്കങ്ങൾക്കായി നിരന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു വിവിധ സേനാ മേധാവികളുമായി. അപ്പോൾ നയതന്ത്ര തലത്തിൽ ഭാരതം നീക്കം ആരംഭിച്ചു. ഇനി ഏവരും പ്രതീക്ഷിക്കുന്നത് ഒരു സൈനിക നടപടിയാണ്. പക്ഷേ അത് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. അതത്ര എളുപ്പം സാധ്യമാകുന്നതുമല്ല. അതിൻ്റെ വരും വരായ്മകളൊക്കെ ചർച്ച ചെയ്യേണ്ടതുമുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു സൈനിക നടപടി ഉണ്ടായാൽ എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന പരസ്യ പിന്തുണ അറിയിക്കുന്നത്. ഇപ്പോൾ തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് സൈനിക നടപടി ഉണ്ടായാൽ പാകിസ്ഥാനോട് ചേരേണ്ടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്നുള്ള
നിലയിൽ പരസ്യ പിന്തുണയുമായി ചൈനയും തുർക്കിയും രംഗത്തെത്തുന്നു. ഭാരതം അപ്പോഴും സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കെന്ത് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തെളിവുകൾ സഹിതം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് വശങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ചില പരാമർശങ്ങളും പ്രസ്താവനകളും ഭാരതത്തിനകത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരിക്കും ഇത്തരം പ്രസ്താവനകൾ, രാജ്യത്തിനകത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ അഭികാമ്യമാണോ? ഇത് ഈ അവസരത്തിൽ ഒഴിവാക്കേണ്ടതല്ലേ? നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച നടപടിക്കൊപ്പം നാളെ ഒരു കാലത്ത് പാകിസ്ഥാനെതിരെ ഭാരതം മുന്നോട്ട് പോയാൽ പോലും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമീപനത്തിലേക്കല്ലേ ഈ അവസരത്തിൽ നമ്മൾ ചെന്നെത്തേണ്ടത്? വളരെ ശരിയായൊരു നിരീക്ഷണമാണ് നടത്തിയത്. ബ്രിഗേഡിയർ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം പൂർണ്ണമായും യോജിക്കുകയും കാശ്മീർ ജനതയോടൊത്തുള്ള സ്നേഹമൊന്നും അല്ല പാകിസ്ഥാന്, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ് നദിയിലെ വെള്ളം അത് പരമാവധി പാകിസ്ഥാന് ലഭിക്കാനും അതുവഴി അവരുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്നും പാകിസ്ഥാനെ സ്വാധീനിച്ചിരുന്നത്. അതല്ലാതെ കാശ്മീരി ജനതയോടൊത്തുള്ളൊരു സ്നേഹമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീർ എന്തുകൊണ്ട് ഇത്രയും മതപ്പതിച്ച് തകർന്നു നിൽക്കുന്നു എന്നുപോലും നമ്മൾ നോക്കേണ്ടതാണ്. ഞാൻ 7 പ്രാവശ്യത്തിൽ കൂടുതൽ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പോയത്. പോയ സമയത്തൊക്കെ ഇത് നന്നായിട്ട് നിരീക്ഷിക്കാനും കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യക്ക് വിരുദ്ധമായുണ്ടായിരുന്ന ആശയങ്ങൾ മാറി വന്ന്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു യൂണിയൻ ടെറിട്ടറിയായി മാറി 370 എടുത്ത് കളഞ്ഞതിന് ശേഷം സമാധാനം പുലർന്ന ഒരു സാഹചര്യം കാശ്മീരിലും ജമ്മുവിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് വളരെ നല്ല പുരോഗതിയിൽ പോകുമ്പോൾ കർഷകർക്ക് നല്ല വില കിട്ടുന്നുണ്ട്, അവരുടെ പ്രോഡക്ട്സിന്, കർഷക ഉൽപ്പന്നങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ടൂറിസം വളരെ ശക്തി ആർജിക്കുകയും 2024 വരെയുള്ള കണക്കനുസരിച്ച് 2.5 കോടി ടൂറിസ്റ്റുകൾ കാശ്മീരിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2020 മുതൽ 2024 വരെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക്, ടൂറിസ്റ്റ് ഗൈഡിനും ഡ്രൈവറിനും ഹോട്ടലിൻ്റെ ആൾക്കാർക്കും അവിടുത്തെ കരകൗശല ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങാനും, ചുരുക്കത്തിൽ എക്കോണമി, സമ്പദ് വ്യവസ്ഥ വളരെ നന്നായിട്ട് പുരോഗതി വന്നു. നമ്മളോട് കാശ്മീർ ജനതയ്ക്ക് വലിയ സ്നേഹവുമുണ്ടായി. ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ 22-ാം തീയതി നടന്ന സംഭവത്തിന് ശേഷം ഒറ്റക്കെട്ടായി രാജ്യത്തോടൊപ്പം നിൽക്കുന്നുവെന്നും പാകിസ്ഥാനെതിരെ ശക്തമായ മുദ്രാവാക്യം വിളിയുണ്ടായത്. പഴയ കാലത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന മിലിറ്റൻസി ശക്തമായിരുന്ന കാലത്ത് അവിടുത്തെ ജനത എത്രത്തോളം വിമർശനാത്മകമായിട്ടാണ് ഡൽഹിയെ കണ്ടിരുന്നത്, അതിൽ നിന്ന് എത്ര മാറി എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാം അവിടുത്തെ ജനങ്ങൾക്ക് കാശ്മീരിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അതനുസരിച്ചുള്ളൊരു സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ പശ്ചാത്തലവും വന്നപ്പോഴാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രഹരമായിരുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും ടൂറിസത്തിനൊരു തിരിച്ചടി ഉണ്ടായി. അത് നമുക്ക് എത്രയും വേഗം റിക്കവർ ചെയ്യാം, നമുക്ക് പരിശ്രമിക്കാം. കാശ്മീർ ജനതയുടെ വിശ്വാസം നമ്മളിൽ തന്നെ നിലനിർത്തുകയും വേണം. ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പട്ടാളക്കാർക്ക് മാത്രം കഴിയില്ല, അവിടെ നാട്ടുകാരുടെ സഹായം കൂടി വേണം. അതിനുള്ളൊരു മാനസിക അന്തരീക്ഷം അവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ടെററിസ്റ്റിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുകയല്ല, അവരെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യണം. കൂട്ടത്തിൽ പാകിസ്ഥാൻ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ലോകത്തിന് മുമ്പാകെ കൊണ്ടുവരികയും വേണം. നമ്മൾ നയതന്ത്രപരമായി കാശ്മീരിനെ, നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജനഹിത പരിശോധന നടത്താമെന്നൊക്കെ 48 പറഞ്ഞതൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതും, പിന്നീടുണ്ടായ ശീതയുദ്ധകാലത്തെ രാഷ്ട്രീയം പാകിസ്ഥാന് നന്നായിട്ട് ഗുണം ചെയ്തു. അതാണ് സമീപകാലത്ത് പാകിസ്ഥാനിലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ പറഞ്ഞത്, അമേരിക്ക ഞങ്ങളെ കൊണ്ട് വൃത്തികെട്ട പണി, തീവ്രവാദ പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു എന്ന് തുറന്ന് പ്രസ്താവിച്ചത്. ഇത്തരം പ്രസ്താവനകളൊക്കെ നമുക്ക് കാണുമ്പോൾ പാകിസ്ഥാൻ വെറുമൊരു, പ്രത്യേകിച്ച് അമേരിക്കയുടെ കയ്യിലൊരു റബ്ബർ സ്റ്റാമ്പായിരുന്നു. ഇനി ചൈനയുടെ കയ്യിലാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും പാകിസ്ഥാന് സ്വന്തമായിട്ട് നിൽക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ അതേസമയം അവർക്ക് അമേരിക്കയുടെ കൂടെ നിന്ന് ശീതസമരകാലത്ത് ഇന്ത്യയെ എത്രത്തോളം ഉപദ്രവിക്കാമോ, ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ നടത്തിയ നയതന്ത്രത്തെയൊക്കെ എതിർക്കാൻ നമുക്കൊന്ന് റഷ്യ, സോവിയറ്റ് യൂണിയൻ നമ്മളെ സഹായിച്ചു.
ഇനിയിപ്പോഴുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അന്ന് ലോക രാഷ്ട്രീയ രംഗം പൂർണ്ണമായും മാറി. ശീതസമരം അവസാനിച്ചു, ഒരു കാലത്ത് ഏകശിലായുഗം വന്നു, യൂണിപോളാർ വേൾഡ് വന്നു. അത് കഴിഞ്ഞ് അമേരിക്കയുടെ സാമ്പത്തിക ശക്തി തകരുകയും അമേരിക്കയും ചൈനയും പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക ശക്തികളായി നിൽക്കുന്നു. സൈനിക ശക്തിയായി റഷ്യ നിൽക്കുന്നു. പിന്നെ സാമ്പത്തിക ശക്തിയായി 5ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. അങ്ങനെ ഒരു പുതിയൊരു മൾട്ടിലാറ്ററൽ വേൾഡിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ നമുക്ക് വളരെ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ളൊരു ഒരു പ്രഹരമേൽപ്പിച്ചത്. നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ പാകിസ്ഥാന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നയതന്ത്രപരമായിട്ട് ഇപ്പോൾ ചൈന അല്ലാതെ പാകിസ്ഥാൻ്റെ കൂടെ ഇപ്പോൾ ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ടർക്കി വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയ്ക്കുള്ള ശക്തിയേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭയിൽ അവിടുത്തെ 5 പ്രധാനപ്പെട്ട ശക്തികളിൽ ചൈന മാത്രമേ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നുള്ളൂ. പാകിസ്ഥാൻ അടുത്ത വർഷവും ഈ വർഷവും അടുത്ത വർഷവും ഐക്യരാഷ്ട്രസഭയിലെ നോൺ വീറ്റോ പവർ രാജ്യമാണ്, ഒരംഗമാണ്. പക്ഷേ അത് കഴിയും. ആ ടേൺ നമുക്കൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇനിയും വരികയും ചെയ്യും. അപ്പോൾ നോൺ പെർമനൻറ്റ് നേഷനായിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നയതന്ത്രപരമായിട്ട് നമുക്ക് പാകിസ്ഥാനെ നേരിടണം. നമുക്ക് നയതന്ത്രമായിട്ട് മാത്രം നേരിട്ടാൽ പറ്റില്ല. നയതന്ത്രപരമായിട്ട് നേരിടണം, തന്ത്രപരമായി നേരിടണം, സാമ്പത്തികപരമായി നേരിടണം. അപ്പോൾ സാമ്പത്തികപരമായിട്ട് നേരിടുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രക്തച്ചൊരിച്ചിലും സൗജന്യ ജലവും ഒരുമിച്ച് നടക്കത്തില്ല. അതിൻ്റെ ഫലമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ എടുത്തു കളയാൻ പോവുകയാണെന്ന് പറയുകയും അതിൻ്റെ തിരിച്ചടി പാകിസ്ഥാന് കിട്ടിത്തുടങ്ങുന്ന ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട്. ഉറി നദിയിലെ വെള്ളം തുറന്നു വിട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ വെള്ളപ്പൊക്കത്തിലായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക. ഈ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഒരു ശിക്ഷാ നടപടി നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മളൊരു ആൾ ഔട്ട് യുദ്ധത്തിലേക്ക് നമ്മൾ ഒരുപക്ഷെ പോകത്തില്ലായിരിക്കാം, പക്ഷേ അതേസമയം നമുക്ക് കിട്ടിയ പ്രഹരത്തിന് തിരിച്ചൊന്നും നമ്മൾ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു ശിക്ഷണാ നടപടിയോടുകൂടിയുള്ള നയതന്ത്രമാണ് ഇനി വേണ്ടത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഒറ്റ സ്വരത്തിൽ വേണം നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ അഭിപ്രായം പറയാൻ ഇനിയും അവസരം ഇഷ്ടം പോലെയുണ്ട്. എത്രയോ കാലം പറയാം, ഇത് കഴിഞ്ഞാലും പറയാം. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് യുദ്ധത്തിൻ്റെ കാർമേഘത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന സമയത്ത് രാജ്യത്തിനകത്ത് അഭിപ്രായ ഐക്യമില്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ദേശീയ ശക്തിക്ക് ഒട്ടും യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ളൊരു പ്രയാണമാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ മാതൃകയാക്കാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ തിരുവനന്തപുരത്ത് MP ആയ ശശി തരൂറാണ്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കോൺഗ്രസ് MP ആണെങ്കിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 100% ഫുൾ പ്രൂഫായിട്ട് ഒരു ഇൻ്റലിജൻസ് പറ്റില്ല. പലപ്പോഴും അബദ്ധങ്ങൾ പറ്റും, ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമില്ല. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് നിന്ന് തന്ത്രപരമായും നയതന്ത്രപരമായിട്ടും പാകിസ്ഥാനെ നേരിടാനുള്ള നടപടികളെടുക്കണം. നമ്മൾ അതിലേക്കുള്ള നടപടികളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും സൈനിക നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളിൽ പാകിസ്ഥാനെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാം എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രാജ്യ താല്പര്യമാണ് പ്രധാനം, നാഷണൽ ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവസരങ്ങൾക്ക് സമയം അല്ല ഇത്. വിമർശനത്തിന് സമയമുണ്ട്, എത്രയോ കാലമുണ്ട്. പാർലമെൻറ്റ് കൂടും, എത്രയോ അവസരമുണ്ട്. ഈ സമയം തീർച്ചയായിട്ടും യോജിച്ചതല്ല. കാരണം രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ അതിനൊരു കണ്ടക്സ്റ്റിനൊരു പ്രാധാന്യമുണ്ട്, സന്ദർഭത്തിനൊരു പ്രാധാന്യമുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ദുരുപയോഗമായ സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാവൂ. ശ്രീ PM നിയാസ്, ഇവിടെ കോൺഗ്രസ്സിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ എന്തിനാണ്? INC കേരള X ഹാൻഡിലാണ് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു മുൻ മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ. മറ്റ് പല പാകിസ്ഥാൻ നേതാക്കളും തീവ്രവാദ സംഘടനകളുമൊക്കെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ഇങ്ങനെ അവരുടെ നാവായി നമ്മൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്? നോക്കൂ, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ഈ സംഭവം, പഹൽഗാമിലെ സംഭവം ഉണ്ടായ ഉടനെ അദ്ദേഹം അത് പ്രതികരിച്ചതാണ്. അതിനുശേഷം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ അദ്ദേഹവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ രാജ്യം ഒറ്റക്കെട്ടായി ഈ തീവ്രവാദ അക്രമത്തെ എതിർക്കുവാൻ രാജ്യം
പ്രതിപക്ഷവും സർക്കാരിനൊപ്പവും ഇന്ത്യക്കൊപ്പവുമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ആകെ 5 വരിയിൽ എഴുതിയ ഒരു ലെറ്റർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ അക്രമത്തെക്കുറിച്ച് ഹൗസ് ഔട്ട്റേജഡ് എവറി ഇന്ത്യൻ, ഈ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സംഭവത്തെക്കുറിച്ച് അത് ഇന്ത്യയുടെ ഓരോ ഇന്ത്യൻ സിറ്റിസനും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും അത് വേദനയുള്ള കാര്യമാണ്. ഇന്ത്യ മസ്റ്റ് ഷോ ദാറ്റ് വി വിൽ ഓൾവേസ് സ്റ്റാൻഡ് ടുഗദർ എഗെയിൻസ്റ്റ് ടെററിസം. പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു എന്തിനാണ് യോഗം വിളിക്കുന്നത്, ക്യാൻ ഷോ ദാറ്റ് ദെയർ യൂണിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ. ഇന്ത്യക്കാരുടെ യൂണിറ്റിയും ഡിറ്റർമിനേഷനും അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഇരുസഭകളും വിളിക്കണമെന്ന് 5 വരിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതി കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രസിഡന്റും എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കുന്നു. നിങ്ങൾ രോഹിണി അത് കാണുന്നില്ല. രോഹിണിയുടെ കുറ്റമല്ല, രോഹിണിയുടെ കണ്ണിന്റെ കുഴപ്പമല്ല. ആ കണ്ണ് അവിടെയൊക്കെ പോകണ്ട എന്ന് രോഹിണി തീരുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രത്യേക സെഷൻ വിളിക്കണം, അങ്ങനെ ഒരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിക്കണം എന്ന് പറയുന്ന അതേ താങ്കളത് പറഞ്ഞില്ലല്ലോ. താങ്കളത് പറഞ്ഞില്ല. അങ്ങനെ ഒരു സെഷൻ വിളിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ദോഷൈക്കതിർക്കായി ഈ സംഭവത്തെ താങ്കൾ ഉൾപ്പെടുന്ന ഈ മീഡിയ അവിടെയാണ് ഇരട്ടത്താപ്പാണ് ചോദിച്ചത്. ശ്രീ പി എം നിയാസ് ഇരട്ടത്താപ്പാണ് ചോദിച്ചത് കോൺഗ്രസിന്റെ. കാരണം ഇത് ചർച്ച ചെയ്യാൻ പ്രത്യേക സെഷൻ വിളിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഭാരതത്തിന്റെ സെക്യൂരിറ്റി എവിടെയാണ്, നമ്മൾ എങ്ങനെ ഈ രാജ്യത്ത് സേഫായി നിൽക്കും എന്നുള്ളത് കോൺഗ്രസ് കേരളയുടെ എക്സ് പോസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി അടക്കം അത് ഷെയർ ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം അപഹാസ്യമാണെന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല, ഈ സമയത്താണല്ലോ കോൺഗ്രസിൻ്റെ മറ്റൊരു പോസ്റ്റ് വന്നത്, അതായത് പ്രധാനമന്ത്രിയുടെ രൂപസാദൃശ്യമുള്ള തലയില്ലാത്ത ഒരു പോസ്റ്റ്. അതിലവർ ഇട്ടിരുന്നത് സിമ്മദാരിക്ക് സമയ ഗായബ് ഹോഗയ എന്ന് പറഞ്ഞിട്ട്. എവിടെയാണ്, ആരാണ് ഗായബ് ഹോഗയത് മാറി നിന്നത്? കൃത്യമായ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നില്ലേ? അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇതെന്ത് ഇരട്ടത്താപ്പെന്നാണ് ചോദിക്കുന്നത്. ഒരുമിച്ച് ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ വേണ്ടുന്ന ഈ സമയത്ത് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? അതുമാത്രമാണ് ചോദിച്ചത്. രോഹിണി, താങ്കൾ എന്നോട് 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന താങ്കളുടെ ചോദ്യങ്ങൾ ഞാൻ സശ്രദ്ധം കേട്ടതാണ്. ദയവ് ചെയ്ത് അതിന് മറുപടി പറയാൻ അങ്ങ് അനുവദിക്കണം. അതിനിടയിൽ കയറി താങ്കൾ വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോയാൽ ഈ ചർച്ച എവിടെയും എത്തില്ല. ശബ്ദം കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ശബ്ദം ഉന്നയിക്കും, ചർച്ച ഒരിക്കലും എത്തില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്, പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു. അത് കേൾക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ പ്രധാനമന്ത്രിക്കും നിങ്ങളുടെ BJPക്കും RSS സംഘപരിവാറുകൾക്കും നേരമില്ല. അവർക്ക് ആവശ്യം എങ്ങനെയെങ്കിലും ഈ സംഭവം അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും ഹൈന്ദവ ഭൂരിപക്ഷവും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റി ബീഹാറിൽ ഞങ്ങൾക്ക് വിജയം നേടണം. ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഇതുപോലെ മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും എല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോകണം. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ തീവ്രവാദ ആക്രമണത്തിനെതിരായി ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് യൂണിറ്റിയും ഇതിൻ്റെ ഡിറ്റർമിനേഷനും ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെൻറ്റ് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഉണ്ടാവുക? പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞു, ഞാൻ ഓരോന്നിലേക്ക് കടക്കാം. താങ്കൾ പറഞ്ഞത് ഈ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിനു മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടായിരുന്ന അക്രമങ്ങൾ എന്തായിരുന്നു? കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളുണ്ടായിരുന്ന അക്രമം അത് ഏറ്റവും പ്രധാനപ്പെട്ട അക്രമമായിരുന്നില്ലേ? ആ പുൽവാമയിലെ അക്രമത്തെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ അവിടെ നടന്ന ആ അക്രമത്തെക്കുറിച്ച് പറഞ്ഞത് ആരാ? സത്യപാൽ മാലിക്. അദ്ദേഹത്തെ ജമ്മു കാശ്മീരിലെ ഗവർണറാക്കി നിയമിച്ചത് ഞങ്ങളല്ലല്ലോ, പ്രതിപക്ഷമല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ. താങ്കളും ഇന്നും അന്നും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നോമിനിയായിട്ട് പോയതല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകത്തിന് മുമ്പിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ലേ, ആ പുൽവാമയിൽ ഞങ്ങൾ 1000 വട്ടം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് അത് രക്ഷിക്കുവാൻ, അവർക്ക് ഒരിക്കലും കൊലക്ക് കൊടുക്കാതിരിക്കാൻ അവർക്ക് ഒരു വിമാനമായി ചേരണമെന്ന് പറഞ്ഞപ്പോൾ BSFന്റെ 1000 കണക്കിന് 100 കണക്കിന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന BSF
BSF-ൻ്റെയും CRPF-ൻ്റെയും ഇന്ത്യയുടെ മിലിറ്ററിയുടെയും വിമാനമുണ്ടായപ്പോൾ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും തേരാപാര നടക്കുവാൻ, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുവാൻ കൊടുക്കുന്ന ആ സംവിധാനം, ആ പാവങ്ങളെ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ കഴിയാതിരുന്നത് ബോധപൂർവമാണ്. അങ്ങനെ ബോധപൂർവമുണ്ടാക്കിയ പുൽവാമയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയുമില്ല. പക്ഷെ പറഞ്ഞത് അന്നത്തെ ജമ്മു കാശ്മീരിൻ്റെ ഗവർണറാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് ഞങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്. ഞങ്ങളത് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ 1ാമത്തെ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ അവിടെ അതിന് മറുപടി പറഞ്ഞ അതിന് പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞത് ലാബ്സ് ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാവുന്നതിന് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്ന നമ്മുടെ തദ്ദേശീയരായ ആളുകൾ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത് തുറന്നു കൊടുത്ത വിവരം ഞങ്ങളെ പട്ടാളത്തിനെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുന്നതിൽ തടസ്സമുണ്ടായി. ആരാണ് ഉത്തരവാദി? ഈ കാശ്മീർ, നിങ്ങൾക്കറിയാം, കാശ്മീർ 2ആക്കി പകുത്തു. ഒരു ഭാഗം കാശ്മീർ നമ്മുടെ കേന്ദ്രത്തിൻ്റെ നേരിട്ട് കീഴിലാണ്, മറ്റൊന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ലെഫ്റ്റനന്റ് ഗവർണർ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി അത് കാശ്മീർ മാറ്റിയിരിക്കുന്നു. 2 സ്ഥലത്തിൻ്റെയും പോലീസിൻ്റെ ഉത്തരവാദിത്വം അത് ആഭ്യന്തരമന്ത്രിക്കാണ്. ഈ ഞങ്ങളിതൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ എന്തോ വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. 2012 ബോംബെയിൽ വെച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യം, ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാട്ടാണല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാട്ടാണല്ലോ. അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഇതുപോലെ തീവ്രവാദികൾ വരുമ്പോൾ അവരെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തേണ്ടതിന് ഉത്തരവാദിത്വം BSF-നല്ലേ, തീരരക്ഷ സേനയ്ക്കല്ലേ, അതുപോലെ CRPF-നും സൈന്യത്തിനുമല്ലേ? അവരെവിടെയായിരുന്നു? അവിടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ ഡിഫൻസ് മന്ത്രിയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കയ്യിൽ ആ സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഇവിടെ 5 ദിവസമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. ആ സംഭവം ഇതുവരെയും ഒരാളെ പോലും പിടിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനിനെ ഈ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ലോകത്തിന് മുമ്പിൽ അവരെ പിടിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? നിങ്ങൾക്ക് ബോംബെയിൽ ഒരു അക്രമം ഉണ്ടായപ്പോൾ അന്ന് അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അതിൻ്റെ കുറ്റം, അത് സെക്യൂരിറ്റി പാളിച്ച ഉണ്ടായി അല്ലെങ്കിൽ ഇന്റലിജൻസ് പാളിച്ച ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശിവരാജ് പാട്ടീലിനോട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങി പകരം കൊള്ളാവുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ വെച്ച് ആ ക്രൈസിസ് മാനേജ് ചെയ്തുണ്ടായി. ഇന്ന് ആ സുരക്ഷയ്ക്ക് പാളിച്ച ഉണ്ടായി എന്ന് സമ്മതിച്ച ഒരു സംവിധാനത്തിൽ ആഭ്യന്തരമന്ത്രിയെങ്കിലും ഒന്ന് വകുപ്പ് മാറ്റാനെങ്കിലും ധൈര്യമുള്ള ഒരു ഭരണകൂടം, ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളണ്ട. ഞങ്ങളുടെ രാജ്യത്തിന് എതിരായുള്ള ആളുകളാണ്. രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ ടെററിസത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി നമുക്ക് നഷ്ടപ്പെട്ടു, രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. എത്ര ആളുകളാണ് ഈ ടെററിസത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിക്ക് നേട്ടം മാത്രമല്ലേ ഉള്ളൂ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതുപോലെ ഓരോ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി അത് പൊളിറ്റിക്കലൈസ് ചെയ്ത് അത് രാജ്യത്തിന്റെ ആളുകൾ തമ്മിൽ തെറ്റിക്കുവാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരെ തമ്മിൽ അടിപ്പിച്ച് കൊന്ന് അതിന്റെ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ മനോഭാവത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഞങ്ങളെ ആരും നിങ്ങൾ കുറ്റം പറയേണ്ട. ഞങ്ങളുടെ രാജ്യസ്നേഹം ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ PM നിയാസ്, ഒരു ചോദ്യം കൂടി. അങ്ങനെയാണെങ്കിൽ റോബർട്ട് വദ്ര പറഞ്ഞ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഭീകരാക്രമണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിലെ മുസ്ലിങ്ങൾ, ഇസ്ലാം ജനത അരക്ഷിതരാണ് എന്ന തോന്നലിൽ നിന്നാകണം ഈ ഭീകരാക്രമണം ഉണ്ടായതെന്നുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അത്തരമൊരു പരാമർശം വന്നത്? സിദ്ധരാമയ്യയുടെ പ്രസ്താവന താങ്കൾ കണ്ടിരിക്കുമല്ലോ. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത്. താങ്കൾ കഴിഞ്ഞ കാല ചരിത്രമൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ഗാൽവൻ വിഷയത്തിൽ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? അതിർത്തി കടന്ന് വന്നിട്ടില്ല എന്നുള്ളതിനെ അതിർത്തി കടന്നു വന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പറയാൻ ഇത്ര ഭയം എന്നുള്ളതായിരുന്നു രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ചൈന അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുത്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. താങ്കൾ പുൽവാമയെക്കുറിച്ച് പറഞ്ഞു. ബലാക്കോട്ടിൽ തിരിച്ചടി കൊടുത്തപ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് കോൺഗ്രസ് ചോദിച്ചു. അപ്പോൾ അത് കോൺഗ്രസ് വച്ചു പുലർത്തുന്ന നിലപാട് എന്താണ്? ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടിയിൽ നിങ്ങളെ RSSൻ്റെയും അതുപോലെ സംഘപരിവാറിനെ പോലെ വായ അടച്ച് അവരെ എല്ലാം സീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സീൽഡ് രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പാർട്ടി വർക്കിംഗ് കമ്മിറ്റി കൂടി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്ത്
ആ തീരുമാനം ഇന്ത്യയിലാകമാനം എല്ലാവർക്കും അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് നിങ്ങളെല്ലാം കണ്ടതാണ്. ഇന്ത്യയുടെ കോൺഗ്രസിന്റെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷത്തിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തികൾ അവർ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി തിരുത്തിയല്ലോ, അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിങ്ങനെ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ യുദ്ധം സാഹചര്യം അതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം തിരുത്തി അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, തിരുത്തിയത് നിങ്ങൾക്ക് പറയാൻ തയ്യാറല്ല. പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നിങ്ങൾ ഉഴുതെടുക്കുന്ന രീതിയിൽ നിങ്ങൾ അത് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ആവശ്യം എന്താ? ഈ പ്രശ്നം ഇന്ത്യയുടെ മൊത്തം എല്ലാവർക്കും ബാധിച്ച പ്രശ്നമാണ് എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അല്ല, ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് മാറ്റി മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ വീണ്ടും തകർക്കുവാൻ, രാജ്യത്തിന്റെ ഈ ആളുകൾ അക്രമം ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും നേട്ടം കൊയ്യുവാൻ, പാർട്ടിക്ക് നേട്ടം കൊയ്യുവാൻ, സ്വന്തം നേട്ടം കൊയ്യുവാൻ. ശരി, അതിൽ നിന്ന് ആരാണ് നേട്ടം കൊയ്തത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. സമൂഹ മാധ്യമ പോസ്റ്റുകൾ പാകിസ്ഥാനാണ് പങ്കുവയ്ക്കുന്നത്, പാകിസ്ഥാനിലെ നേതാക്കളും ഭീകര സംഘടനകളുമാണ് പങ്കുവയ്ക്കുന്നത്. ആരുടെ? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റുകൾ. അവർ പറയുകയാണ്, കണ്ടില്ലേ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കലഹം തന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞ്. അത്തരത്തിൽ ഇതിനെ ഒരു വിഷയമാക്കിയതാരാണ്? അതാണ് ചോദിച്ചത്. അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് ആരാണ് എന്നുള്ള. താങ്കളിലേക്ക് എത്താം. സംസ്ഥാന മുഖ്യമന്ത്രിയായപ്പോ ഇതുപോലെ പറഞ്ഞപ്പോ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? താങ്കളിലേക്ക് എത്താം ശ്രീ പി എം നിയാസ്. ശ്രീ കെ സോമൻ, BJP ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടുകളെ അപലപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് INC കേരളയുടെ എക്സ്പോസ്റ്റ് ഹാൻഡിലിൽ വന്ന ട്വീറ്റ്, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ വരെ അതിനെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അവരും അത് അവിടെയുള്ള പല ഭീകരവാദ സംഘടനകളും അത് ഷെയർ ചെയ്തിട്ടുണ്ട്, റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ BJP ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായുള്ള മുതലെടുപ്പ് പാടില്ല എന്ന് BJP പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ BJP പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് പല പോസ്റ്റുകളിലും കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇൻ്റലിജൻസ് വീഴ്ച എന്നുള്ളതാണല്ലോ. ഇതിനെ BJP എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അത് ബഹുമാനപ്പെട്ട രോഹിണി, നമ്മുടെ രാജ്യം ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ നൽകുന്ന സന്ദേശം നല്ലതല്ല എന്നാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം. ഞാനിതിൽ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിച്ചു വന്നിരുന്ന ഒരാളല്ല. പക്ഷെ നോക്കൂ, ഒരു 11 മിനിറ്റ് നേരം കോൺഗ്രസിൻ്റെ പ്രതിനിധി BJP വിരോധം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാടാകെ വലിയ ഉത്കണ്ഠയിലാണ്, വലിയ ആശങ്കയിലാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ചൈന അടക്കം പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിലാകെ നിലനിൽക്കുമ്പോൾ, അതൊരു വലിയ ആശങ്കയായി വരുമ്പോൾ പാകിസ്ഥാൻ ആയുധം കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുകയാണ്. എന്നിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട നിയാസ് ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഇത് BJP രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാണ് നമ്മുടെ നാടിന്റെ ചരിത്രം. ശ്രീമതി ഇന്ദിര കൊല്ലപ്പെട്ടപ്പോ ഡൽഹിയിലെ തെരുവുകളിൽ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊന്നത് ആരെയാണ്? കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാവപ്പെട്ട സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നതിന്റെ ന്യായീകരണം എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത്? അത്തരമൊരു കലാപത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി പാകിസ്ഥാന്റെ പിന്തുണയിൽ ഭീകരന്മാർ നടത്തിയിട്ടുള്ള ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ള അക്രമത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ രാജ്യം മോചിതമായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് മാറ്റണമെന്നും ഒക്കെ പറഞ്ഞ് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ആർക്കു വേണ്ടി നടത്തുന്നതാണ്? ആർക്കായുധം കൊടുക്കുകയാണ് ഇവര്? നമ്മുടെ കർണാടകത്തിന്റെ കോൺഗ്രസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സിദ്ധരാമയ്യയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് നിയാസിന് എന്താണ് പറയാനുള്ളത്? റോബർട്ട് വാദ്രെ അദ്ദേഹം തള്ളി പറഞ്ഞു. കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ പറഞ്ഞത് എന്താണ് നിയാസെ? ബഹുമാനായ നിയാസിന് ആ പ്രസ്താവനയെ തള്ളിപ്പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ?
സൈഫുദ്ദീൻ സോസിന്റെ പ്രസ്താവന എന്തായിരുന്നു? ഇവരെല്ലാം പാകിസ്ഥാൻ അനുകൂലമായി പറയുകയാണ്. മറ്റൊരു നേതാവ് പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ BJPക്ക് ശത്രു രാജ്യമാണ്, ഞങ്ങൾക്കൊരു അയൽ രാജ്യമാണ് എന്ന് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് പറയുകയല്ലേ? ഇങ്ങനെയെല്ലാം ഇവർ പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ പശ്ചാത്തലത്തിൽ ഈ ബഹുമാനായ നിയാസിന്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ ഉപയോഗിക്കാതിരിക്കുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോഴെന്താണ് ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് ഹാൻഡിലിൽ വന്നിട്ടുള്ളത്? തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കൊണ്ട് പ്രചരണം നടത്തുകയാണ്. എത്ര മണിക്കൂറായി ബഹുമാനായ നിയാസെ? അങ്ങിപ്പോ റോബർട്ട് വാദ്രയെയും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട രാഹുൽ കത്ത് കൊടുത്തതിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞല്ലോ. ഈ എക്സ് ഹാൻഡിലിൽ വന്നിട്ടുള്ള നിങ്ങളുടെ KPCCയുടെ എക്സ് ഹാൻഡിലിൽ വന്നിട്ടുള്ള ഈ ചിത്രം തള്ളിപ്പറയാൻ നിങ്ങളുടെ എന്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തയ്യാറാവുന്നില്ല? അങ്ങനെ എവിടെയെങ്കിലും തള്ളിപ്പറഞ്ഞതായി അങ്ങ് കണ്ടോ? ഞാൻ ഏതായാലും ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കണ്ടതേയില്ല. ഈ സംഭവമുണ്ടായ പശ്ചാത്തലത്തിൽ തുടർന്ന് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുകയാണ്. ഈ രാജ്യത്തെ കോടാനുകോടി ഭാരതീയർ ആഗ്രഹിക്കുന്നത് അവിടെ 26 ഇന്ത്യൻ സഹോദരന്മാരുടെ തലയറുത്ത, അവരെ വെടിവെച്ച് കൊന്ന, അതിന് കാഴ്ചക്കാരായി വന്ന അവരുടെ സഹധർമ്മിണിമാർ, സഹോദരിമാർ, ഒപ്പമുള്ള സുഹൃത്തുക്കൾ അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഭീകരന്മാരുടെ തലയെടുക്കണമെന്നാണ്. ആ ഭീകരന്മാരെ സഹായിക്കുന്ന പാകിസ്ഥാന് താക്കീത് കൊടുക്കണമെന്നാണ്. നോക്കൂ, നമ്മുടെ കാശ്മീരിൽ വന്നിട്ടുള്ള സമീപകാലത്തെ മാറ്റത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപകുമാർ സാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു. ആ മാറ്റം കോൺഗ്രസ് കാണാതെ പോവുകയാണ്. ആ മാറ്റം കോൺഗ്രസ് ആഗ്രഹിച്ചതല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? വലിയ പോളിംഗ് ഉണ്ടായില്ലേ? ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായില്ലേ? വളരെ സമാധാനപരമായി കാശ്മീരും അടങ്ങി ആ ഒരു പശ്ചാത്തലത്തിൽ ആ നാടിനെ തകർക്കാൻ, ഈ രാജ്യത്തിന്റെ പുരോഗതിയെ ഇല്ലാതെയാക്കാൻ കടന്നു വന്ന ഭീകരന്മാർ അവരെ ഒരു കാലതാമസവുമില്ലാതെ ഈ രാജ്യം കൈകാര്യം ചെയ്യുമെന്നോ പ്രധാനമന്ത്രി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ലോകത്തിന് മനസ്സിലാവുന്ന ആംഗലേയ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഹിന്ദി പ്രസംഗത്തിന്റെ ഇടയിൽ ലോകത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്ക് അദ്ദേഹം കടന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ ഈ തൊട്ടടുത്ത മണിക്കൂറിലും വരുമ്പോൾ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതൃത്വം, ചെറുതും വലുതുമായ നേതാക്കന്മാർ, അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ അടക്കം പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് BJP രാഷ്ട്രീയമായി ബീഹാറിൽ നേട്ടം കൊള്ളിയാൻ വേണ്ടിയിട്ടാണ് എന്ന ഹീനമായ പ്രസ്താവന, പുച്ഛിച്ചു തള്ളേണ്ട പ്രസ്താവന കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തുകയാണ്. ബഹുമാനപ്പെട്ട രോഹിണി, കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗമുണ്ട്, പ്രതികരണമുണ്ട്. ടൂറിസത്തിന്റെ കൂടെ ചുമതലയുള്ള എനിക്ക് അവിടേക്ക് വന്ന സഞ്ചാരികളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോയി. ഞാൻ പ്രത്യേക സംസ്ഥാനമെന്ന പദവിക്ക് വേണ്ടിയിട്ടുള്ള വാദം തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പറയുന്നു. കാശ്മീരിലെ ജനത എല്ലായിടങ്ങളിലും സംഘടിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാനിൽ പോലും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഈ തീവ്രവാദത്തിനെതിരായി അവർ മുദ്രാവാക്യം മുഴക്കുന്നു. ആ സന്ദർഭത്തിൽ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിന്നുകൊണ്ട് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ഇവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം. പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ആർക്കു വേണ്ടിയാണ്? ഇത് നമ്മുടെ ശത്രു രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട ഗോകുമാർ സാർ ആദ്യം പറഞ്ഞതുപോലെ ചൈനയല്ലാതെ ആരുണ്ട് പാകിസ്ഥാനൊപ്പം? പാകിസ്ഥാനൊപ്പം ആരുണ്ട്? വളരെ അവധാനതയോടെ ആലോചിച്ച് പക്വതയോടെ അനുഭവത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ
നിരവധി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാന് തീവ്രവാദത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും പരിഹസിക്കാനും പഴി പറയാനും ദയവായി കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിക്കരുത്. അതിന് ശ്രമിക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾ തള്ളിപ്പറയണം. ശശി തരൂർ നിങ്ങൾക്കിപ്പം അനഭിമതനാണ്. റോബർട്ട് വദ്രയെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ കുടുംബത്തിൽ വളർന്നു വരുന്ന അടുത്ത തലമുറ നിങ്ങളോട് പ്രതികാരം ചെയ്യും. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാര് അനുഭവിക്കുന്ന ഒരു ദുർഗതിയാണ്. എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി മലയാളിയാണല്ലോ. അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ KPCCയുടെ എക്സ് ഹാൻഡിലിൽ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ട് എന്തേ അതിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഈ നാട് നിങ്ങളോട് ബഹുമാനായ നിയാസിനോട് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങ് ഓർത്തുകൊണ്ടാണോ ഈ പ്രതികരണം നടത്തുന്നത് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ചോദിക്കാനുള്ളത്. ശ്രീ ബാലൻ, കശ്മീർ കുറച്ചു നാളുകളായി ശാന്തമായിരുന്നു, സമാധാന അന്തരീക്ഷം നിലനിന്നു വരികയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവിടെയുള്ള യുവത അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് അവിടെ ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി നിൽക്കുകയായിരുന്നു. പണ്ട് അവരുടെ സാമ്പത്തികമായിരുന്നല്ലോ ചോദ്യം ചെയ്തുകൊണ്ട്, പലപ്പോഴും അത് ചൂഷണം ചെയ്തുകൊണ്ട് ഭീകരവാദികൾ അവരുടെ ഭാഗത്തേക്ക് ആകർഷിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം മാറി ഒരല്പം ശാന്തമായ സാഹചര്യത്തിലേക്കും ടൂറിസം മേഖലയുടെ വളർച്ചയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. പ്രധാനമായും വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. സൈനിക വിന്യാസം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സഹായകരമാകുന്ന ഏതൊക്കെ മേഖലകളാണോ അവിടെയെല്ലാം സൈന്യം എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല നിർണായകമായ പല ഘട്ടങ്ങളിലേക്കും കടന്നിട്ടുണ്ട്. പക്ഷേ അതീവ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത് മാധ്യമപ്രവർത്തകർക്കടക്കം അറിയാൻ കഴിയാത്തത്. എന്തായാലും ഈ തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ വളരെ അരികിൽ തന്നെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു സ്വഭാവം NIA അടക്കം നിരീക്ഷിച്ചത് പ്രാദേശിക തലത്തിൽ ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ പ്രാദേശിക തലത്തിൽ സഹായം ലഭിക്കണമെങ്കിൽ ഇവരുമായി സഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളുമായി ബാന്ധവം പുലർത്തുന്ന ഒരു വിഭാഗം ഇപ്പോഴും കശ്മീരിൻ്റെ ജനതയ്ക്കിടയിൽ അധിവസിക്കുന്നുണ്ട് എന്നാണോ? അതോ നുഴഞ്ഞു കയറി അതിനുശേഷം ഇവർ അത്തരം ആശയങ്ങളുമായി ബന്ധമുള്ളവരെ ചേർത്തു പിടിക്കുകയാണോ ചെയ്യുന്നത്? താങ്കൾക്ക് കശ്മീരിൻ്റെ സ്വഭാവം അറിയാം. ഒരു 15 വർഷം മുൻപുള്ള കശ്മീർ ആയിരുന്നുവെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു. അവിടെയുള്ള ജനത പലപ്പോഴും ഈ ഭീകരവാദികൾക്ക് അനുകൂല നിലപാട് എടുക്കുകയും ഭീകരാക്രമണത്തിന് ശേഷം ഇവരെ ഗ്രാമങ്ങളിലൊക്കെ പാർപ്പിക്കുകയും ചെയ്യും നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. അപ്പോൾ ഈ പ്രാദേശിക സഹായം ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രാദേശിക സഹായമാണ്? ഒരു പക്ഷേ കശ്മീരി ജനത തന്നെയാണോ, അതോ നുഴഞ്ഞു കയറ്റിയവർ അവരെ തമ്പടിച്ചുകൊണ്ടുള്ള പ്രാദേശിക സഹായമാണോ? ഏത് രീതിയിലായിരിക്കാം അത്തരത്തിലുള്ള ചില സഹായങ്ങൾ ഇവർക്ക് വന്നത്? പണ്ട്, അതായത് 1933-34 ഇത് തുടങ്ങിയപ്പോൾ വളരെയധികം അകത്ത് നിന്ന് തന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസർജൻസി പോലെയാണ് ഇത് തുടങ്ങിയത്. അതായത് ജനങ്ങളിൽ മൊത്തം ഈ ഭീകരവാദികൾക്ക് വേണ്ടി കുറേ അധികം തന്നെ സപ്പോർട്ടുണ്ടായിരുന്നു. ഞാനിരുന്ന ചില സ്ഥലങ്ങളിൽ ഈ സോപ്പോറിലും പട്ടണിലുമൊക്കെ ചില തെരുവുകൾ തന്നെ അഫ്ഗാൻ തെരുവ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് പുറത്തു നിന്നുള്ള വിദേശ രാജ്യത്തു നിന്നുള്ള ഭീകരന്മാർ വന്ന് അവിടെ തന്നെ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അല്ലെങ്കിൽ ആ പട്ടണങ്ങളിൽ താമസിക്കുകയും അവരുടെ അനൗചിത്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു മടിയുണ്ട്, എന്നാലും അങ്ങനത്തെ അഴിമതികളും അന്യായങ്ങളും കാണിക്കുകയും ഒരു ഭീകരത അവരുടെ മനസ്സിൽ ഉണ്ടാക്കി അങ്ങനെയും സപ്പോർട്ട് നേടിയിട്ടുണ്ട്. ഞങ്ങളിരുന്ന സമയത്ത് ഒരു STD ബൂത്തിൽ ഒരു ടെററിസ്റ്റ് കയറി ചെന്നിട്ട് പാകിസ്ഥാനിലെ ഒരു നമ്പർ ഡയൽ ചെയ്യാൻ പറഞ്ഞു. ആ പേടി കൊണ്ടായിരിക്കാം അയാൾ ഡയൽ ചെയ്തപ്പോൾ ഒരു ഡിജിറ്റ് തെറ്റിപ്പോയി ഉടനെ ആ ടെററിസ്റ്റ് എന്ത് ചെയ്തു, ആ തോക്കെടുത്തിട്ട് അയാളുടെ STD ബൂത്ത് ഓപ്പറേറ്റർ ഒരു കാശ്മീരി തന്നെയായിരുന്നു, അയാളുടെ തലയ്ക്ക് വെടിവെച്ച് അവിടെ വെച്ച് തന്നെ കൊന്നു. അപ്പോൾ ആ ലെവലിലുള്ള ഒരു ഭീകരതയായിരുന്നു. മാത്രമല്ല പുറത്തുനിന്ന് പാകിസ്ഥാനികൾ, നാഗരികത്വമുള്ള പാകിസ്ഥാനികൾ ലിബിയയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ അധികം ആളുകളുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ്റെ ജയിലിൽ താമസിച്ച് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ചില കൊലയാളികളെ കുറച്ച് പൈസയും തോക്കും കൊടുത്ത് ഇങ്ങോട്ട് വിടുമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ കാലത്തിൽ
ഒരു എല്ലാവരുടെ മനസ്സിലും ഒരു ഭീകരത ചെന്ന് അവരെ തളർത്തിയിരുന്നു. പക്ഷെ അന്നും അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതി വളരെയധികം ദയനീയമായിരുന്നു. വളരെയധികം ദാരിദ്ര്യവും, എല്ലാ വീടുകളിലും ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ജോലിയില്ല, മണ്ണെണ്ണയില്ല. തണുപ്പ് കാലത്ത് 35-40 ഡിഗ്രി വരെയൊക്കെ -ഡിഗ്രിയിലൊക്കെ പോകും. നമ്മൾ 2 മണിക്കൂർ പുറത്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള രക്തകോശങ്ങൾ ഐസ് കട്ടയായി മാറി നമ്മൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളുണ്ട്, പട്ടാളക്കാരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളോട് ഒരു ഞങ്ങളെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള അവരുണ്ടായിരുന്നു അന്ന്. ഞങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? അവർ തന്നെ ഇൻഫർമേഷൻ തരും. ആ ഇൻഫർമേഷൻ്റെ ആധാരത്തിൽ ഞങ്ങൾ പോയി കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഡെപ്യൂട്ടി GOC ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പോലീസ് വളരെയധികം സജീവമായിരുന്നു. സതർക്കരായിട്ട് മുൻനിരയിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോക്കാരും ലോക്കൽ അവിടെയുള്ള ആളുകളും സർക്കാർ വഴി ഞങ്ങൾക്ക് കുറേ പൈസ അവിടെ ഡെവലപ്മെൻറ്റിന് ബോർഡർ ഡെവലപ്മെൻറ്റ് ഫണ്ട് തരുമായിരുന്നു. അവിടുത്തെ സ്കൂളുകൾ പട്ടാളക്കാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുട്ടികൾ വന്ന് പഠിക്കുമായിരുന്നു. ആ റോഡുകളുണ്ടാക്കാനും പാലങ്ങളുണ്ടാക്കാനും ഞങ്ങൾ തന്നെയാണ് കോൺട്രാക്റ്റുകളെല്ലാം കൊടുത്തിരുന്നത്. അത് അവർക്ക് വളരെയധികം ഉപകരിക്കപ്പെട്ടു. പിന്നെ ഈ ആർട്ടിക്കിൾ 370 മാറ്റി ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് പഞ്ചായത്ത് വരെ എത്താൻ തുടങ്ങിയപ്പോൾ അവിടെ കുറേ അധികം ഡെവലപ്മെൻ്റ് ഉണ്ടായി. അവിടെ മെയിനായിട്ട് ടൂറിസമാണ് പ്രധാനം. അപ്പോൾ അവരുടെ ജീവിത രീതിയിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ പഹൽഗാമിനുള്ള ഒരു സംഭവത്തിൽ ലോക്കൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തി സപ്പോർട്ട് നേടിയതായിരിക്കാം. 4-5 പേർക്ക് ടെററിസ്റ്റുകൾക്ക് അവിടെ താമസിക്കാനോ അവിടെ പ്രവർത്തിക്കാനോ വലിയ ലോക്കൽ സപ്പോർട്ട് വേണമെന്നൊന്നുമില്ല. എങ്ങനെ ഇരുന്നാലും ടൂറിസം അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതിൽ നിന്നാണ് അവരുടെ വരുമാനമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരുടെ കുടുംബങ്ങളിൽ അടുക്കളയിൽ തീ കത്തുന്നത്, ആഹാരമുണ്ടാകുന്നത്. അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് അവർ ഒരിക്കലും സ്വയം തയ്യാറാവില്ല. അപ്പോൾ കുറച്ച് പേരെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ കുറച്ചാളുകൾ ഇപ്പോഴും അവരോട് ഒരു അനുഭൂതി ഒരു അനുകമ്പയോ പുലർത്തുന്നവരുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും അത് തള്ളി പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും. എന്നിരുന്നാലും പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നിന്ന് പലരും പറഞ്ഞതായിട്ട് ഉള്ളതിൽ നിന്ന് ഞാൻ പ്രതിവാദം ചെയ്തതിൽ നിന്ന് ഞാൻ കുറച്ച് ഉദ്ധരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് വീണ്ടും ഞാൻ പറയുന്നു, നമ്മളുടെ പട്ടാളം ലോകത്തിലെ ഏറ്റവും നല്ല സേനകളിൽ ഒന്നാണെന്നുള്ളത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. ഏത് യുദ്ധത്തിലാണെങ്കിലും ഇത്രയും കൂടുതൽ യുദ്ധം ചെയ്തതോ ഇത്രയും കൂടുതൽ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതായിട്ടുള്ള ഒരു പട്ടാളക്കാർ, ഒരു സൈന്യം വേറെ ഒരു രാജ്യത്തുമില്ല. അവർ ഇവിടെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, പ്രളയമുണ്ടെങ്കിലോ ഈ വയനാട്ടിലോ അല്ല അവിടെ പ്രളയമുണ്ടായപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഞങ്ങൾക്ക് മതമോ ഈ രാഷ്ട്രീയമോ ഒന്നും ഒരു പ്രശ്നമല്ല. രാഷ്ട്രം എവിടെ പറയുന്നു അവിടെയൊക്കെ ഞങ്ങൾ എത്തുന്നു. ഞങ്ങളാൽ ചെയ്യുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരു അംഗീകാരമോ ഒരു സഹതാപമോ സഹാനുഭൂതിയോ ഒന്നും വേണ്ട. ഈ ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞിട്ട് തന്നെ ഒരു 50,000-ഓളം പട്ടാളക്കാർ പലവിധ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസിലും യുദ്ധത്തിലും മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഒന്നും കണക്ക് പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഗൽവാൻ സെക്ടറിലായിരുന്നപ്പോഴും കുറേ സ്ഥലങ്ങൾ അങ്ങനെ വെറുതെ ഞങ്ങൾ വിട്ടുകൊടുത്തു, അങ്ങനെ എന്ന് പറയുന്നതൊക്കെ വളരെ ലജ്ജാവഹമായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെയുള്ള സാധാരണ പട്ടാളക്കാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ മാറി അതിർത്തിയിൽ അവിടെ വെള്ളം കിട്ടാറില്ല. ഞങ്ങൾ മഞ്ഞുരുക്കിയാണ് അവിടെ വെള്ളം എടുക്കുന്നത്. അവിടെ പലതരം തരത്തിലുള്ള റാഷനും തിന്നാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ -30 ഡിഗ്രീസിലൊന്നും വിശപ്പുണ്ടാകില്ല. അപ്പോൾ വെറും നൂഡിൽസ് മാത്രമേ ഞങ്ങൾ തിന്നാറുള്ളൂ. എത്ര അധികം റാഷൻ കിട്ടിയാലും അത് തിന്നാനുള്ള ഒരിതുണ്ടാകില്ല. സർക്കാർ വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാലും അവിടെ താമസിക്കുമ്പോൾ നമ്മൾക്ക് ചില വൈഷമ്യങ്ങളും ചില പ്രകൃതിദത്തമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നേരിടാനുണ്ട്. അപ്പോഴൊക്കെയുള്ള ഞങ്ങളുടെ മനോബലം ഉറച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ റെജിമെൻ്റൽ സ്പിരിറ്റും ഞങ്ങൾ ഭാരതീയ സേനക്കാരാണെന്നുള്ളതും ഞങ്ങളുടെ
ദേശത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നുള്ളവരുള്ള ഒരു മനോബലം എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ തളർത്തുന്നതൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എങ്ങനെയായാലും അവരെത്തും. അവരുടെ വീട്ടുകാരിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഓർക്കും, എൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ എൻ്റെ മകനെയോ എൻ്റെ അച്ഛനെയോ അതിർത്തിയിൽ പറഞ്ഞു വിട്ടിട്ട് അവൻ ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ പര്യാപ്തനല്ല എന്ന് പറയുമ്പോൾ അവരുടെ മനോബലം എന്തായിരിക്കും? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന ജവാൻ എപ്പോഴും മുന്നോട്ട് മാത്രമേ നോക്കാറുള്ളൂ. ആരാണ് അവൻ്റെ മുന്നിലുള്ള ശത്രു? രാഷ്ട്രം ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ ശത്രു, അവരാണ് ശത്രു. നമ്മളുടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യമായിട്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. നാളെ ഒരുപക്ഷെ വ്യത്യാസമുണ്ടായി ഒരു സന്ധി സംഭാഷണമൊക്കെ ഉണ്ടായാൽ രാഷ്ട്രം പറയുകയാണ് അല്ല എന്നുള്ളെങ്കിൽ ഞങ്ങളുടെ സമീപനം അങ്ങനെ മാറും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഒന്നും പറയരുത്, ഒന്നും പ്രവർത്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി, അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ മനോബലത്തെ സ്വല്പമെങ്കിലും എഫക്റ്റ് ചെയ്യും. ഇത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് എത്ര യുദ്ധങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും രാഷ്ട്രത്തിന് ഒരു നാണമുണ്ടാക്കുന്ന രീതിയിലോ ഒരു അവമാനം ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളൊന്നും യുദ്ധം ചെയ്തിട്ടില്ല. ഏത് കാര്യത്തിലും ഏത് സമയത്തും ചെല്ലും. അത് ഞങ്ങളുടെ ഒരു ഔദാര്യമല്ല, ഞങ്ങളുടെ ഒരു കടമയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കടമ ചെയ്യുമ്പോൾ ആ നിർവഹണത്തിൽ എന്തെങ്കിലും ചെറിയ ന്യൂനതകളൊക്കെ കാണും, അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ, ഞങ്ങളുടെ പര്യാപ്തതയെ ആരും ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതെ, തീർച്ചയായും. ശ്രീ APM നിയാസ്, അതാണ് ഓരോ സൈനികന്റെയും, അതിർത്തി കാക്കുന്ന ഓരോ സൈനികന്റെയും ആത്മബലം ചോരുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാടില്ല എന്നുള്ളതാണ്. അത് സാധാരണക്കാർ പോലും അത് മനസ്സിലാക്കുന്ന ഈ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ സ്വരങ്ങൾ ഉയരുകയും അത് ഭാരതവിരുദ്ധ പരാമർശങ്ങളാകുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും ആവർത്തിച്ച്, കോൺഗ്രസ് എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സമചിത്തതയെങ്കിലും കോൺഗ്രസ് കാണിക്കേണ്ടുന്ന ഒരു സമയമല്ലേ ഇത്? നമുക്ക് രോഹിണി, ഞാൻ മലയാളത്തിലാണ് രോഹിണിയോട് പറഞ്ഞത്. അത് രോഹിണിക്ക് ഒഴിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടക്കം ഇന്ത്യ രാജ്യത്തിനോടൊപ്പമാണ്. ഇന്ത്യയിലേക്ക് വൈദേശിക സഹായത്തോടുകൂടി വന്നിട്ടുള്ള ആക്രമണം, അത് ഇന്ത്യക്കെതിരായുള്ള അക്രമമായി ഞങ്ങളെല്ലാം കാണുന്നു. ഇതിൽ കൂടുതൽ എൻ്റെ ഹൃദയം തുറന്ന് അത് കാണിച്ചാൽ പോലും അത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന മാനസിക അവസ്ഥയുള്ള ആളുകൾ മറ്റ് പലതും പറയും. ഞങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഇത് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് ഇത് ആദ്യമായി ഉണ്ടായ ഒരു കാര്യമല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ 2014 ഉറി ഉണ്ടായി, 11 പേര് മരിച്ചു. 2016 പാൻകോട്ട് വ്യോമസേന താവളത്ത് അക്രമം ഉണ്ടായി, 7 പേര് മരിച്ചു. 2014 ഉറി അക്രമം ഉണ്ടായി, ഈ നമ്മുടെ തീവ്രവാദി 19 പേര് മരിച്ചു. 2017 അമർനാഥ് തീർത്ഥയാത്രയിൽ 7 പേര് മരിച്ചു. 2019 പുൽവാമയിൽ 41 പേര് മരിച്ചു. റിയാസി തീർത്ഥാടന ആക്രമണത്തിൽ 2024 10 പേര് മരിച്ചു. ഇപ്പോൾ പഹൽഗാമിൽ 28 പേര് മരിച്ചു. ഈ ഓരോ കാര്യത്തിലും, ചെറുതും വലുതുമായ കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്. പക്ഷേ ഞങ്ങൾ ആലോചിക്കുന്നത്, ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇന്ത്യയിൽ വൈദേശിക ആക്രമണങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ തീവ്രവാദങ്ങൾ ആക്രമിക്കണമെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ അത് ഊർജ്ജസ്വലമാക്കണ്ടേ? ഇന്ത്യയുടെ സൈനിക ശേഷി ഊർജ്ജസ്വലമാക്കണ്ടേ? അങ്ങനെ ആക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്. GD ബക്ഷി എന്ന് പറഞ്ഞ മേജർ ജനറൽ, ഇപ്പോൾ ഇവിടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുത്തല്ലോ, മുൻ റിട്ടയർ. അതേപോലെ തന്നെ അങ്ങേപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി മേജർ ജനറലായിരുന്ന GD ബക്ഷി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1,80,000 പേരുടെ സൈനികരുടെ ഒഴിവുകളാണ് ഇന്ത്യയുടെ സൈന്യത്തിലെ കരസേനയിൽ ഉള്ളതെന്നാണ്. ഇന്ത്യയിലെ 10,000 ആളുകളുടെ ഓഫീസർമാരുടെ ഒഴിവുകളുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ നിന്നും സൈനികരുടെ എണ്ണം കുറവ് വന്നാൽ അത് ശത്രു രാജ്യങ്ങൾക്ക് ഗുണമാണ്. അത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകും, അക്രമം ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടി 2 വർഷം മുമ്പ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞു, സൈന്യത്തെ ശക്തമാക്കുകയാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ സൈന്യത്തിൽ 4 വർഷത്തേക്കുള്ള താൽക്കാലിക കൂലിപ്പട്ടാളത്തെ വെക്കലല്ല. ട്രെയിൻഡായ ഉദ്യോഗസ്ഥരെ വെക്കണം. സർക്കാർ ഏറ്റവും ശക്തം, നമുക്കെല്ലാവർക്കും അറിയാലോ, 7ാം കപ്പൽപ്പട, ഈ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, കപ്പൽപ്പടയെ അയക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, തിരിച്ചു പോകണോ വേണ്ടേ എന്ന് എൻ്റെ രാജ്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അന്ന് ഇത്രയൊന്നും സൈനിക ശക്തി ഇന്ത്യക്ക് ഇല്ലാതിരുന്ന കാലത്ത് പോലും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. ചൈനയോടും പാകിസ്ഥാനോടും ഒക്കെ അതിശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. താങ്കൾ ഈ വെല്ലുവിളിക്കുന്ന സൈനിക ശക്തിയുടെ പിൻബലത്തിലാണ് 2015 ശേഷം എവിടെയൊക്കെ പാകിസ്ഥാൻ ആക്രമിച്ചോ അവിടെയൊക്കെ തിരിച്ചടി നൽകിയത് എന്നുള്ളത്. അതിന് മുൻപുള്ള പ്രധാനമന്ത്രിമാർ എത്ര അനുവാദം നൽകി എന്നുള്ളത് സൈനിക മേധാവികളടക്കം വ്യക്തമാക്കിയതാണ്. തിരിച്ചടിക്കാൻ ആത്മബലം നൽകുന്ന ഒരു നടപടിയും മുംബൈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പോലും മൻമോഹൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ അല്പം ലാഘവത്തോടുകൂടി കാണാൻ അല്ലെങ്കിൽ പാകിസ്ഥാന് മേൽ ഒരു സമ്മർദ്ദവും ചെലുത്താനുള്ള ഒരു പ്രവണതയും അന്ന് ഉണ്ടായില്ല എന്നുള്ളതും വ്യക്തമാണ്. ശ്രീ ജി ഗോപകുമാർ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി അടിയന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായി സൈനിക മേധാവികളുമായി ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തുകയായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സേനാ മേധാവികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഏത് രീതിയിലുള്ള തുടർ നടപടികളിലേക്കും കടക്കാം, അതിനുള്ളൊരു അനുവാദം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ഒരു വശത്ത് താങ്കൾ നേരത്തെ പറഞ്ഞു, ഇത് എക്കാലവും പാകിസ്ഥാൻ ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ചില നീക്കങ്ങളാണ് നൽകേണ്ടത്. അത് നയതന്ത്ര തലത്തിലായാലും സൈനിക നടപടിയിലായാലും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എത്രത്തോളം ഗൗരവ സ്വഭാവത്തിലുള്ളതാകണം, അതായത് സാധാരണക്കാരെ ബാധിക്കാതെ ഭാരതത്തിൻ്റെ ഉയർച്ചയെ ബാധിക്കാതെ, നമുക്കറിയാം അതിനെ തടയിടാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ, അവർക്ക് അനുകൂല നിലപാടെടുക്കുന്ന ചൈന, അതിന് വാണിജ്യ താല്പര്യങ്ങളുണ്ട്, ഭാരതത്തിനോടുള്ള വൈര്യമുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരതം ഒരു ലോക സാമ്പത്തിക ശക്തിയായി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരു കോട്ടവും തട്ടാതെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നമ്മളെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നമ്മൾ അഗ്രസീവായിട്ടുള്ള ഒരു ആക്രമണോത്സുകമായ ഒരു സമീപനത്തിൽ കൂടിയല്ല നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടു, ശക്തമായൊരു മിഡിൽ ക്ലാസ് ഉണ്ടായി, പർച്ചേസിങ് പവർ കൂടി, എക്കണോമിക് ഇൻ്റഗ്രേഷൻ വന്നു 91 ശേഷം. അതിനുശേഷം ഇവിടെ വലിയൊരു കമ്പോളവും ഇവിടുത്തെ വ്യവസ്ഥയാകെ മാറി. പുതിയ തലമുറക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു ആധുനിക ഇന്ത്യ പഴയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം ഈ രാജ്യം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു എന്നും മാറ്റങ്ങളുണ്ടായി എന്നും വളരെ വ്യക്തമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ നേടിയത് സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ കൂടിയാണ്. നമുക്കെന്നും ഈ ബുദ്ധിമുട്ടുണ്ടാക്കി വരുന്നത് ഈ ദക്ഷിണേഷ്യയിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ നിലപാട്. സാർക്ക് പോലത്തെ ഒരു സ്ഥാപനം, ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം പാകിസ്ഥാൻ്റെ നിലപാടാണ്. ചൈനയെ നമുക്ക് നയതന്ത്രപരമായിട്ട് ഒരുപാട് നേരിടാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതുപോലെ അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആരാണ് ഭരിക്കണതെന്ന് നമുക്കൊരു വ്യക്തതയില്ല. അവിടെ 4 ഭരണഘടനകൾ നശിപ്പിച്ച് പുതിയ രീതിയിലുള്ള ഭരണം കൊണ്ടുവന്നു. പകുതിയിലേറെ കാലഘട്ടം പട്ടാളം നേരിട്ട് ഭരിച്ചു. ഇപ്പോൾ പട്ടാളം പരോക്ഷമായിട്ട് ഭരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നു. അപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് ആരുടെ അടുത്താണ്? ഷരീഫിന് എത്രത്തോളം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നെഗോഷിയേറ്റിംഗ് പവർ കൊടുത്തിട്ടുണ്ട് പട്ടാളം. ഇപ്പോൾ മതമൗലികവാദികളും പട്ടാളവും കൂടി ചേർന്ന ഒരു രാഷ്ട്ര സംവിധാനം നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് നമുക്ക് പരമ്പരാഗത അല്ലാത്ത രീതിയിലുള്ള അറ്റാക്ക് നടത്തുമ്പോൾ നമുക്ക് വളരെ കോഷ്യസ് ആവണം. തീർച്ചയായിട്ടും നമ്മുടെ മിലിറ്ററി വളരെ ജാഗ്രതയോടെ ആകണം. നമുക്ക് ഒരു വശത്ത് ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും നമ്മെ പിന്തുണയ്ക്കാനും അനേകം രാജ്യങ്ങളുണ്ട്. അതൊരു വശത്ത്. നമുക്ക് അങ്ങനെ ഒരു ഇമേജും കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു അഗ്രസീവ് സ്റ്റേറ്റ് അല്ല. അതേസമയം ഒരു ഫെയിൽഡ് സ്റ്റേറ്റായ, ഒരു റോഗ് സ്റ്റേറ്റായ, ഒരു കൃത്രിമ രാഷ്ട്രം പോലെ പ്രവർത്തിക്കുന്ന, അതുകൊണ്ടാണല്ലോ ബലൂചിസ്ഥാനൊക്കെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പാകിസ്ഥാൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പാകിസ്ഥാന് പോലും ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് അവർ ഡെസ്പറേറ്റാണ്. ആ ഡെസ്പറേറ്റായ രാജ്യം എന്നുള്ളതിൽ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആകണം. നമ്മളൊരു ഓൾറൗണ്ട് യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശക്തമായൊരു തിരിച്ചടി കൊടുക്കണം. അതേസമയം നമ്മളിപ്പോൾ തീവ്രവാദികളുടെ വീടുകളൊക്കെ നശിപ്പിച്ചത് ഇപ്പോൾ തന്നെ മിലിറ്ററിക്ക് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. ഇനി ആ ബുൾഡോസർ നടപടി വേണ്ട. കാരണം നാട്ടുകാരുടെ പിന്തുണ നമുക്ക് ശക്തമായിട്ട് വേണം.
തീവ്രവാദികളെ കണ്ടുപിടിച്ച് അവരെ ഉന്മൂലനം ചെയ്യുന്നൊരു നടപടിയിലേക്ക് പോയാൽ മതി. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പോവുകയാണ്. അപ്പോൾ പട്ടാളത്തിന് അപ്പോഴപ്പോഴായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ മനുഷ്യാവകാശ ധ്വംസനമാണ് എന്ന് പറയാനും അത് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് വേദികളിലുമൊക്കെ പരാതിപ്പെടാനുമായിട്ട് ഒത്തിരി ആൾക്കാർ വരും. മാത്രവുമല്ല, ഏറ്റവും നല്ല 5 വർഷത്തിനിടയ്ക്ക് കാശ്മീരി ജനതയുടെ പൂർണ്ണ വിശ്വാസം, ഇവിടെ തീവ്രവാദികളുടെ കാര്യം പറഞ്ഞല്ലോ, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് അന്തർദേശീയ ബന്ധങ്ങളിലുണ്ട്. തീവ്രവാദിക്ക് ഒരിക്കൽ ശരിയായാൽ മതി, പക്ഷെ നമുക്ക് എപ്പോഴും ശരിയാവണം. അപ്പോൾ ഒരു നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് 100% പെർഫെക്റ്റ് ആക്കാൻ വലിയ പാടാണ്. അവർക്ക് 1% ആക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ 0.5% 1% പോലും കാശ്മീർ ജനതയുടെ പിന്തുണ ഇല്ലാത്ത ഒരു വിഭാഗം അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കി അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ഇത്തരം ആക്രമണം നടത്തുമ്പോൾ മിലിറ്ററിയും വളരെ കെയർഫുൾ ആവണം. അവരുടെ ജീവിതവും ത്രെട്ടിലാണ്. അതേസമയം അവർക്ക് അഗ്രസീവായി അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു കാഴ്ചപ്പാട് വരാൻ പാടില്ല. രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ തുറന്നു പറഞ്ഞല്ലോ, കുറ്റം അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. കുറച്ചുകൂടി ദേശസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടി എടുക്കണമായിരുന്നു. പഹൽഗാം ഓപ്പൺ ചെയ്തത് പട്ടാളത്തെ അറിയിക്കാത്ത തെറ്റായിപ്പോയെന്ന് കാശ്മീർ അസംബ്ലിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഇപ്പോഴൊരു സംസ്ഥാനത്തിൻ്റെ താല്പര്യമില്ല, കേന്ദ്രം കൂടുതൽ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുകയും യൂണിയൻ ടെറിട്ടറിയുടെ ഭരണവും നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുണ്ട്, ഡിഫൻസ് മിനിസ്റ്ററുണ്ട്, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുണ്ട്, ഹോം മിനിസ്റ്ററുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല, പൊതുമണ്ഡലത്തിൽ അത് ചർച്ച ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ നേരിടുന്ന പ്രശ്നം, പാകിസ്ഥാൻ തന്നെ വലുതാക്കിയ ഒരു തീവ്രവാദ രാഷ്ട്രമുണ്ട് അഫ്ഗാനിസ്ഥാൻ, ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് തന്നെ പാകിസ്ഥാനിലുണ്ട്. അതിന് പുറമെയാണ് പക്തൂൺവാലയിലെ പ്രശ്നം, അതേപോലെ ബലൂചിസ്ഥാനിലെ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് പൊട്ടി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം എങ്കിൽ പട്ടാളത്തിൻ്റെ സൂത്രമാണ് ഇന്ത്യയിലേക്ക് ആക്രമിക്കുക. ഇതെന്ന് തുടങ്ങിയതാണ്. 48-ൽ ട്രൈബൽസിൻ്റെ പേരും പറഞ്ഞാണ് ജമ്മുവിലും ശ്രീനഗറിലേക്കും പാകിസ്ഥാനിലെ പട്ടാളം രഹസ്യമായിട്ട് കയറി വന്നത്. ഇപ്പോൾ പറയുന്നത് ട്രൈബൽസ് വന്നു എന്നാണ്. കാർഗിൽ എന്താ ചെയ്തത് എല്ലാം നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതേപോലെ ബോംബെയിൽ 26/11 അന്ന് തന്നെ 26/11 ചെയ്ത് 10 പേരടങ്ങുന്ന തീവ്രവാദികൾ രാജ്യത്തെ പിടിച്ചടക്കാൻ വരികയാണ്. അപ്പോൾ ഇത്രത്തോളം അഡ്വഞ്ചറിസ്റ്റായ ഒരു സ്ഥാപനത്തിൻ്റെയോടോ രാജ്യത്തോടോ ഒരു പ്രത്യേക മമതയില്ലാതെ ഡെസ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നയതന്ത്രത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നയതന്ത്രത്തോടൊപ്പം ടാക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനപ്പുറം സാമ്പത്തികപരമായിട്ടും പാകിസ്ഥാനെ ചെക്ക്മേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ നമ്മൾ ജാഗ്രതയോടെ നിൽക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒറ്റക്കെട്ടായുള്ള ഒരു നടപടിയാണ് വേണ്ടത്. അവസരങ്ങൾക്ക് ഉള്ള സമയമല്ല, വിമർശനത്തിന് സമയമുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഓർക്കുന്നത് 82-ൽ ബ്രിട്ടനിൽ ഫാക്ലാൻഡ് യുദ്ധം നടന്ന കാലത്ത് അന്ന് ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടൻ നിന്നു. അതേസമയം ഫാക്ലാൻഡിൻ്റെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റിനകത്ത് വലിയ ചർച്ച വന്ന് പിന്നീട് മിസ്സസ് താച്ചറിന് രാജിവെച്ച് പോകേണ്ട കാലഘട്ടവും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധസന്നാഹമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം അവസരങ്ങൾ പറയാൻ പാടില്ല. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുറച്ച് അച്ചടക്കവും ജാഗ്രതയും പാലിക്കണം. അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ വരും, പാർലമെൻറ്റ് കൂടും. നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ, അപ്പോൾ സംസാരിക്കാൻ തീർച്ചയായിട്ടും അവസരം കിട്ടും. ഇപ്പോൾ വേണ്ടത് ഒറ്റക്കെട്ടായി നിന്ന് നേരിടുക എന്നുള്ളതാണ്. ഈ ക്രൈസിസ് നേരിടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ശ്രീ ഗോപകുമാർ, ചില വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അഡ്വക്കേറ്റ് PM നിയാസ് തന്നെ ഉന്നയിച്ചത് അത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അത്തരം വിമർശന സ്വരങ്ങൾ ഉയർത്തുക എന്നുള്ളത്. ആ വിമർശന സ്വരങ്ങളിൽ എന്താണ് തെറ്റ് എന്നതടക്കമുള്ള ചില ഭാഗങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്. അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉന്നയിക്കുന്നതാണോ? ഒരു യഥാർത്ഥ പ്രശ്നമായി ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ടോ? അല്ല, ഈ ചർച്ച ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മിലിറ്ററി ഒട്ടും ഷോർട്ടേജുള്ള ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിക്ക് പട്ടാളത്തിൻ്റെ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പട്ടാളത്തിന് ആവശ്യത്തിനുള്ള ഡിഫൻസ് ഉണ്ട്. പാകിസ്ഥാനെ നേരിടാനല്ല ചൈനയെ നേരിടാനാണെങ്കിൽ ആവശ്യത്തിനുള്ള ഡിഫൻസ് ഫോഴ്സ് നമുക്കുണ്ട്. ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സുണ്ട്, അതോടൊപ്പം തന്നെ BSF ഉണ്ട്. മാത്രമല്ല നമ്മൾ നല്ലൊരു പങ്ക് ഡിഫൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊരു ടഫ് നെയ്ബർഹുഡ് ഉള്ളതുകൊണ്ട്
ഡിഫൻസിന് നമുക്ക് ഫണ്ട്സ് വേണം, അതിനുവേണ്ടി തയ്യാറെടുപ്പ് വേണം. ഇതിനപ്പുറം ആയുധങ്ങൾ വാങ്ങണം. ഈ ആയുധങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ആയുധങ്ങൾ റഷ്യ സപ്ലൈ ചെയ്യുന്നുണ്ട്, അമേരിക്ക സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ റെഡിയാണ്, നമ്മൾ ഇക്കാര്യത്തിൽ റെഡിയാണ്. പിന്നെ അഗ്നിവീർ പോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച വേണമെങ്കിൽ അത് പാർലമെൻറ്റിൽ ഇനിയും ചർച്ച ചെയ്യാം. അതിനു വേണ്ടിയുള്ള പട്ടാളത്തിൻ്റെ കാര്യത്തിൽ അത് ഗവൺമെൻറ്റിന് നടപടികളൊക്കെ മുന്നോട്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം ഒട്ടും ദുർബലമൊന്നുമല്ല, വളരെ ശക്തമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ മിലിറ്ററിയെയും അതിന് ഡിഫൻസ് സ്ട്രാറ്റജിയും എല്ലാം ലോകം തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പട്ടാളക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല യുദ്ധം ജയിക്കുന്നത്. യുദ്ധം മുന്നോട്ട് പോകുന്നതിനകത്ത് വെപ്പൺസിനൊരു വലിയ പങ്കുണ്ട്, സ്ട്രാറ്റജിക്കൊരു പങ്കുണ്ട്, പ്ലാനിനൊരു പങ്കുണ്ട്, മിലിറ്ററിയുടെ പ്ലാനിങ്ങിനൊരു പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു യുദ്ധ സമാനമായൊരു സാഹചര്യത്തിലല്ല നമുക്കിത് ചർച്ച ചെയ്യേണ്ടത്. ഒരു പക്ഷേ യുദ്ധം പുറപ്പെട്ടു എന്നിരിക്കട്ടെ സാങ്കല്പികമായിട്ട്, കാർമികങ്ങൾ എന്തായാലും വന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ ഇത്തരം അവസരങ്ങളെല്ലാം ശത്രുരാജ്യം നമുക്കെതിരെ ഉപയോഗിക്കും. അതിൽ നിന്ന് മാറി നിൽക്കണം, തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കണം. ഞാൻ ഇവിടെ പറയാത്ത തെലങ്കാനയിലൊരു മന്ത്രി അവിടുത്തെ ഒരു പത്രസമ്മേളനം നടത്താൻ നമ്മൾ ചാനലിലെല്ലാം കണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ടെററിസ്റ്റായിട്ട് വന്നവർ ആരുടെയും ജാതിയും മതമൊന്നും ചോദിച്ചിട്ടില്ല, അവർ വെടിവെക്കുമോ അതോ ജാതിയും മതവും ചോദിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള വിഡ്ഢിതരമായ പ്രസ്താവനകൾ സാധാരണ രാഷ്ട്രീയക്കാർ നടത്തുന്നത് ഇന്ന് പൊതുമണ്ഡലത്തിൽ ഇതൊക്കെ നമ്മൾ രാജ്യത്തെക്കുറിച്ച് ഒരു ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ എന്താ ചെയ്തത്? വാസ്തവത്തിൽ ഈ വന്ന തീവ്രവാദികൾ മതം ചോദിച്ച് കൊന്നു എന്നുള്ളത് സത്യമാണ്. അതിനുള്ള രക്തസാക്ഷികളുടെ ബന്ധുക്കളല്ലേ ഇത് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്. ധ്രുവീകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇതല്ലേ വേണ്ടത്? അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ പൊതുസമൂഹം ശക്തമാണെന്നും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരു ധ്രുവീകരണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ദേശീയ ഐക്യമാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രസക്തി. അതെ, തീർച്ചയായും അതാണ്. തരംതാണ രാഷ്ട്രീയമല്ല ഇവിടെ കളിക്കേണ്ടത് എന്നുള്ളത് തന്നെ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും അഭികാമ്യമായ പ്രവൃത്തി. അവിടെ രാഷ്ട്രീയം നോക്കാതെ, രാഷ്ട്രീയ ലാഭം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. നമ്മൾ അത്തരം ഭീകരാക്രമണങ്ങളും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നിലപാടുകളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ കൂടി പറഞ്ഞു പോകണം. പാലക്കാട് മുഹമ്മദ് അലി ജിന്ന നഗർ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അത് മാറ്റണം എന്ന് BJP കൗൺസിലർമാർ ഇന്ന് അവിടുത്തെ നഗരസഭയിൽ ആവശ്യം ഉന്നയിക്കുകയും പക്ഷേ അതിനെതിരെ നിൽക്കുന്ന UDF-നെയുമാണ് കണ്ടത്. ഈ ജിന്നയുടെ പേര് മാറ്റി BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് മുൻകാല കോൺഗ്രസ് നേതാവായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിടണം എന്നായിരുന്നു. പക്ഷേ അതിനുപോലും സാധ്യമല്ല എന്നുള്ള രീതിയിൽ വലിയ അതിക്രമം കാണിച്ച് ആ യോഗം അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എവിടെയും ഈ പ്രീണന രാഷ്ട്രീയം അത് മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും അഭിപ്രായങ്ങളടക്കം വരുന്നത്. അതിൻ്റെ ഒരു അനുരണനമാണ് നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലും ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു അഭിപ്രായമായി കാണേണ്ടത്, അല്ലേ? ഈ പ്രീണന സ്വഭാവം അത് എവിടെയാണോ തങ്ങൾക്ക് അനുകൂലമാകുന്നത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. രാജ്യമാണ് പരമപ്രധാനം എന്നുള്ളത് അവർ എപ്പോഴൊക്കെയോ മറന്നുപോകുന്നു. അങ്ങനെയാണോ അനുമാനിക്കേണ്ടത്? അതെ, ബഹുമാനപ്പെട്ട രോഹിണി, കോൺഗ്രസിന് ഈ രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് പല സന്ദർഭങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരം പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ PM നിയാസ് സൈന്യത്തിൻ്റെ എണ്ണത്തിൻ്റെ കുറവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഗോകുമാർ സാറിന് മറുപടിയും കൂടി പറഞ്ഞു. ബഹുമാനപ്പെട്ട ശ്രീ PM നിയാസെ, ഇന്ത്യൻ സൈന്യം ഏറ്റവും കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു കാലം കൂടിയാണ് ഇതെന്നുള്ളത് അങ്ങേക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് അങ്ങ് മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ്. ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സൈന്യത്തിനാണ് ഭാരതം ഇന്ന് സാക്ഷിയാകുന്നത്. അത് കരസേനയിൽ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള കരസേന ഉദ്യോഗസ്ഥൻ തന്നെ ഇവിടെയുള്ള പശ്ചാത്തലത്തിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് വല്ലാണ്ട് പറയുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട നിയാസിനോട്. ഈ മുംബൈ ആക്രമണം നടക്കുന്ന സമയത്ത് നല്ല സൈനിക ശേഷി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ലേ? അപ്പോഴെന്താ നടന്നത്? ഇവിടെ പഹൽഗാമിൽ സംഭവിച്ചത് എന്താണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലത്ത് തോക്കേന്തിയ പട്ടാളക്കാരൻ കാണുന്നത് നല്ല കാഴ്ചയല്ലെന്നേ. ആ നിലയിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യും, പരിശോധിക്കും, അന്വേഷണം നടത്തും, വിലയിരുത്തും.
അതിനാവശ്യമായിട്ടുള്ള പഴുതുകൾ അടച്ചുകൊണ്ടുള്ള സുരക്ഷാ നടപടികൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്വീകരിക്കും. അതിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പാലക്കാട് ഇന്ന് നടന്ന സംഭവം ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ്. ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല കോൺഗ്രസും CPM-ഉം അവിടെ തെളിയിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരസഭാ ഭരണസമിതി നയപരമായി എടുത്ത ഒരു തീരുമാനം, ഭൂരിപക്ഷം നഗരസഭയിൽ ഉള്ള ഒരു ഭരണകക്ഷി അത് BJP ആയതുകൊണ്ട് അവിടെ RSSന്റെ സ്ഥാപകന്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കാൻ പാടില്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് കോൺഗ്രസും CPM-ഉം ഇന്ന് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അത് തത്സമയം കേരളം കാണുകയാണ്. ചേറ്റൂർ ശങ്കരൻ നായരെ സ്മരിക്കാൻ ഏത് സന്ദർഭം വേണ്ടി വന്നു? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു പ്രസംഗ മധ്യത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോഴാണ് കോൺഗ്രസുകാരൻ കാട് പിടിച്ചു കടന്ന ആ സ്മാരകത്തിലേക്ക് ഇപ്പൊ പോയതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? അതുകൊണ്ട് കോൺഗ്രസിന് ദേശീയതയില്ല, ദേശീയ ബോധമില്ല, രാജ്യസ്നേഹമില്ല. അതെല്ലാം തന്നെ ഒരു കുടുംബത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മതം പറഞ്ഞു കൊന്നവനെ തള്ളിപ്പറയാൻ, മതം പറഞ്ഞു കൊന്നത് ശരിയായില്ല എന്ന് പറയാൻ, അത് ശരിയായില്ല എന്ന് പറയാൻ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് താല്പര്യമുണ്ടോ? അതിനുള്ള തന്റെ ഇടമുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അത് ശരിയായില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എവിടെയും പറയുന്നില്ല. ജമ്മു കാശ്മീരിലുള്ള CPM-ന്റെ ഒരു MLA ഇന്ന് അവിടെ നടത്തിയിട്ടുള്ള പ്രതികരണം എന്താണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭീകരന്മാരുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് പ്രാദേശിക ഭരണകൂടം തകർക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ നിയമസഭയിൽ അത് ഉന്നയിക്കുമ്പോഴും ഈ മതം തിരഞ്ഞ് വെടിവെച്ച് കൊന്നത് ശരിയല്ല എന്ന് CPM-ന്റെ കാശ്മീരിലെ MLA പറയുന്നില്ല. അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ബഹുമാനപ്പെട്ട രോഹിണി. ആ MLA-യുടെ അഭിപ്രായത്തോട് മലയാളിയായിട്ടുള്ള CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ MA ബേബിക്ക് യോജിപ്പുണ്ടോ? അതുകൊണ്ട് ജിന്ന റോഡ് പാലക്കാട് ഉണ്ടാവുന്നത് കോൺഗ്രസിനും CPM-നും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എത്ര കാലമായി ആ റോഡിന് അങ്ങനെ പേരിട്ടിരിക്കുന്നു. അത് മാറ്റിക്കൊണ്ട് ഈ നാടുമായി ബന്ധപ്പെട്ട് ദേശസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ കൊടുക്കണമെന്ന് പറയാൻ ഇപ്പൊ BJP അവിടെ അധികാരത്തിൽ വരേണ്ടി വന്നു. ഡോക്ടർ ഖഡ്ഗേവാർ RSSന്റെ സ്ഥാപകന്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിന്റെ വേള അവിടെ ഉണ്ടാവേണ്ടി വന്നു. ജനാധിപത്യത്തെയും അവിടെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഖഡ്ഗേവാറിന്റെ പേരിലുള്ള സ്ഥാപനം പാലക്കാട് നഗരസഭ അവിടെ സ്ഥാപിക്കും, ആ പേര് കൊടുക്കുമെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ആ പ്രാദേശിക ഭരണകൂടത്തിന്റെ അവകാശവുമാണ്. ഇവിടെ കോൺഗ്രസ് ഇനിയെങ്കിലും സംയമനം പാലിക്കാനും വഴിവിട്ട വാചകമടിക്കുന്ന നേതാക്കന്മാരെ നിയന്ത്രിക്കാനും നിങ്ങൾ തയ്യാറായാൽ നമ്മുടെ രാജ്യത്തിന് അത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതായിരിക്കും, അത് വളരെ പോസിറ്റീവായിരിക്കും. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സൈനികർക്ക്, മരിച്ചു വീണ ആളുകൾ 26 പേർ, അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോട് നിങ്ങൾ നൽകാൻ സാധിക്കുന്ന വലിയ ആദരവ് അതായിരിക്കുമെന്ന് ഏറെ വിനയത്തോടെ ബഹുമാനപ്പെട്ട PM നിയാസിനോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചു കൊള്ളട്ടെ. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. വരുന്ന ദിവസങ്ങളിൽ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കണ്ടു എന്ന വാർത്ത കാണുകയാണ് നമ്മൾ. വരുന്ന ദിവസങ്ങൾ ശുഭകരമായിട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. കോൺഗ്രസ് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അനാവശ്യ പ്രസ്താവനകളിൽ നിന്ന്, വിവാദ പ്രസ്താവനകളിൽ നിന്ന് പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന, ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വളരെ കൃത്യമായ നിലപാട് നമ്മുടെ പ്രതിനിധി അവിടെ സ്വീകരിച്ചു. അതിന് മറുപടി പാകിസ്ഥാൻ പ്രതിനിധി പറയുമ്പം ഒരു പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള വാവിട്ട അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ അവർ അവതരിപ്പിച്ചു കൂടായികയില്ല. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അത്തരം അവസരങ്ങൾ ദയവായി പാകിസ്ഥാന് കൊടുക്കരുത്, നമ്മുടെ ശത്രു രാജ്യത്തിന് കൊടുക്കരുത്. ഭീകരവാദം നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് നമ്മുടെ സൈന്യം എടുക്കുന്ന നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടി ഒരുമിച്ച് ഈ രാജ്യത്തെ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും അഭ്യർത്ഥനയും. ശരി, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഭാരതത്തിന് നേരെ മതഭീകരവാദികൾ ആക്രമണം നടത്തുന്ന ഈ സമയത്ത് ദേശസ്നേഹികൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ: രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക എന്നത്. കേന്ദ്ര സർക്കാർ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഭീകരത നേരിടാനും കഠിനമായി പരിശ്രമിക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും രാഷ്ട്രീയ ലാഭത്തിനായി നടത്തുന്ന പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരമാണ്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ്, നമ്മുടെ ഭാരതമാണ് പരമപ്രധാനം.
ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും നമസ്തേ.